നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജോർജ് ആണ്. നമ്മുടെ H&O അഗ്രിയുടെ ചെയർമാൻ ആണ്. അപ്പോൾ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ ഏതൊക്കെ രോഗങ്ങളെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നത്? ഇതൊരു പെസ്റ്റിസൈഡ് എന്നുള്ളതല്ല, ഇത് കോമൺ ആയിട്ട് ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഇവയുടെ തന്മാത്രകളെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫങ്ഷണൽ രീതി. അതാണ് അതിൽ നമ്മൾ സാധാരണ ബാധിക്കുന്ന, ഇപ്പോൾ വാഴയ്ക്കാണെങ്കിൽ പിന്നെ പുള്ളിക്കുത്ത് വന്നിട്ട് ബ്രൗൺ സ്പോട്ട് വന്നിട്ട് ഇല കരിഞ്ഞു പോവുക, അതിൻ്റെ കൂമ്പ് കുറുകൽ, പിന്നെ പിണ്ടിപ്പുഴു ഇവയ്ക്കെതിരെ. അതുപോലെ കവുങ്ങിനാണെങ്കിൽ മഞ്ഞളിപ്പ്, അതിൻ്റെ കൂമ്പ് കുറുകൽ, വേരഴുകൽ ഇവയ്ക്കെതിരെ. പിന്നെ കവുങ്ങ് വർഗത്തിനാണെങ്കിൽ അതിൻ്റെ വിളവ് വർദ്ധിപ്പിക്കുക, പിന്നെ അതിൻ്റെ വേരഴുകി പോകുന്നതിൽ. കൊടിക്കാണെങ്കിൽ വേരഴുകുക, വിൽറ്റിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ പച്ചക്കറികളിലാണെങ്കിൽ പിന്നെ വെള്ളപ്പൂപ്പൽ, പൗഡർ മില്ലിയോ ഇവയ്ക്കെതിരെ. പിന്നെ തെങ്ങിന് അതിലെ കൂമ്പ് കുറുകി പോകുന്നതിന്. അങ്ങനെ എല്ലാവിധ ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഇവ മൂലമുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ നമ്മളെ മെഡിസിന് കഴിയും. പ്രത്യേകിച്ച് ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളോ ഒരു പോയിസൺ അല്ലാത്ത ഒരു മെഡിസിനാണ്. അത് നമ്മൾക്ക് മനുഷ്യന് ഉള്ളിൽ കഴിച്ചാലോ ഉള്ളിൽ പോയാലോ മറ്റു മൃഗങ്ങൾക്കോ യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം കർഷകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശരിക്കും നല്ലൊരു പരിഹാരമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. തീർച്ചയായും അത് വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും അത് ഇതിലുള്ള അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും ഇത് ശാസ്ത്രീയമായ പിൻബലം നൽകുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എത്ര നാച്ചുറൽ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണ്? പിന്നെ പ്രധാനമായി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചേരുവകൾ, ഇതിന്റെ ഫൈറ്റോ കെമിക്കൽസ്, ഇത് ചെടികളിൽ നിന്നെടുത്ത് ഉണ്ടാകുന്ന ആ ഫൈറ്റോ കെമിക്കൽസ് എന്നതിന് പറയുക. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ, അത് കാൽസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, സിലിക്ക, ഫ്ലവനോയിഡ്സ്, ഇത്രയും കാര്യങ്ങളാണ്. അതിൽ നമ്മൾ സിലിക്കയും ഫ്ലവനോയിഡ്സും നമ്മൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുന്നത്, രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ഫൈറ്റോ കെമിക്കലുകളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇതിനകത്ത് ഉണ്ടാക്കുന്നതല്ല. വളരെ കുഞ്ഞു കുട്ടികൾ പോലും ഇതിൻ്റെ ഒറിജിനൽ എക്സ്ട്രാക്ട്, ഇത് വേറെ ഒരു ഫോം മാറ്റിയിട്ട് ചെടികളുടെ ഉപയോഗത്തിന് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മളൊരു രാഘവബുദ്ധിയോടെ അങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതരുത്. എന്തായാലും കുട്ടികളുടെ അടുത്തുനിന്നും ചെറിയ കുട്ടികളുടെ അടുത്തുനിന്നും ഇത് മാറ്റി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു മെഡിസിന് എങ്ങനെയാണ് ഇപ്പം ചെടികളിലും അതുപോലെ വലിയ വലിയ വൃക്ഷങ്ങളും എല്ലാത്തിനും ഒരേപോലെ എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്? ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതൊരു പെസ്റ്റിസൈഡ് വർഗമല്ല. ഈ പെസ്റ്റിസൈഡ് വർഗമല്ല. ഇതിൻ്റെ ഇത് പ്രവർത്തിക്കുന്ന രീതി പെസ്റ്റിസൈഡിൻ്റെതുമായി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വളരെ വ്യത്യസ്തമായ ഒരു തിയറിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നമ്മളുടെ മെഡിസിന് അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ, ആ തന്മാത്രകൾ വളരെ മൈന്യൂട്ടായ നാനോ പാർട്ടിക്കിളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ആ നാനോ പാർട്ടിക്കിളിൽ, ഈ മെഡിസിനിൽ അടങ്ങിയിരിക്കുന്ന നാനോ പാർട്ടിക്കിൾ, ആ തന്മാത്രകൾ നെഗറ്റീവ്ലി ചാർജഡ് തന്മാത്രകളാണ്. ആ നെഗറ്റീവ്ലി ചാർജഡ് തന്മാത്രകൾ നമ്മളെ ഫംഗസ്, വൈറസ്, ബാക്ടീരിയ, ആ ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ, അതിൻ്റെ പുറം കവറിങ്, സെല്ലിൻ്റെ പുറം കവറിങ്ങിൽ ടച്ച് ചെയ്യപ്പെടുമ്പോൾ ഈ സെൽ മെംബ്രെയിൻ ബ്രേക്കായി പോവുക എന്നുള്ളതാണ്. ആ തത്വം ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഈ പ്രോഡക്റ്റിനകത്ത് ആ തന്മാത്രകൾ നാനോ പാർട്ടിക്കിളായിട്ട്, അതായത് ലക്ഷക്കണക്കിന് നാനോ പാർട്ടിക്കിൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ മെഡിസിൻ അന്തരീക്ഷത്തിലേക്ക് സ്പ്രേ കഴിയുമ്പോൾ UV റേഡിയേഷൻ, അതായത് സൂര്യപ്രകാശം ഈ അടിക്കുന്ന മരുന്നിലേക്കുമായി പ്രതിപ്രവർത്തിച്ചിട്ട് ഒരു പർട്ടിക്കുലർ എക്സ്ട്രാ തന്മാത്രകൾ ഫോം ചെയ്യും. ആ തന്മാത്രകൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന
ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയുടെയും. അതോടൊപ്പം പിന്നെ ചെടികളിലുള്ളിൽ സ്റ്റൊമാറ്റോയുടെ ഉള്ളിൽ കൂടിയും മണ്ണിലടിക്കുമ്പോൾ വേരിൽ കൂടിയും കയറി വരുന്ന തന്മാത്രകൾ, ഇതിനകത്ത് കയറിയിട്ടുള്ള ഫംഗസ്, ചെടികളിൽ കയറിയിട്ടുള്ള ഫംഗസ്, ബാക്ടീരിയ, ഇവയുടെ മോളിക്കുലാർ തന്മാത്രകളെ അല്ലെങ്കിൽ മോളിക്കുലാർ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്ത് കളയുക എന്നുള്ള ഒരു തത്വമാണ് ഇതിനകത്ത് ഉപയോഗിച്ചത്. പിന്നെ മറ്റൊന്ന്, നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പുഴുക്കൾ. ഈ പുഴുക്കൾ മനുഷ്യൻ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ്, ഇതിനെയൊക്കെ ചെറുക്കാൻ വേണ്ടി ഒരു ഡിഫൻസീവ് മെക്കാനിസം, ആ ഡിഫൻസീവ് മെക്കാനിസം ഈ പുഴുക്കളുടെ അല്ലെങ്കിൽ ഈ ഫംഗസ്, വൈറസ്, ബാക്ടീരിയകൾക്ക് സ്വന്തമായ ഒരു ഡിഫൻസീവ് മെക്കാനിസമുണ്ട്. ആ സ്വന്തമായ ഡിഫൻസീവ് മെക്കാനിസം ഒരു ലിപ്പോപ്രോട്ടീൻ്റെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, നമ്മളിപ്പോൾ ഉദാഹരണമായിട്ടാണെങ്കിൽ പുഴുക്കളുടെയൊക്കെ മുകളിൽ ഒരു വാക്സി കോട്ടിങ്, ഒരു എണ്ണമയം നമുക്ക് കാണാൻ പറ്റും. ഈ എണ്ണമയമാണ് ഒരു ലിപ്പോപ്രോട്ടീൻ. ആ ലിപ്പോപ്രോട്ടീനാണ് ഇതിനെ സംരക്ഷിക്കുന്നത്, പെട്ടെന്ന് ചത്തുപോകാതെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ആ ലിപ്പോപ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തെ നമ്മളുടെ മെഡിസിൻ ബ്ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇത് നമ്മളെ ഈ നീരൂറ്റി കുടിക്കുന്ന പിന്നെ പെസ്റ്റുകൾ, അത് ജ്യൂസ് ഊറ്റി കുടിക്കുന്നതോടുകൂടി ഇതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് ക്രമേണ ചത്തുപോകും. നമ്മൾ അടിക്കുന്ന ആ സമയത്ത് മാത്രം ചാകുന്ന ഒരു പ്രക്രിയയല്ല. ഇപ്പം ഇലച്ചെടികൾ, അതുപോലെ കപ്പ, പച്ചമുളക് അതിലൊക്കെ കണ്ടുവരുന്ന ഇലച്ചുരുൾ എന്ന് പറഞ്ഞിരുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതും കൊണ്ട് തടയാൻ, ഈ ഒരു മരുന്ന് കൊണ്ട് തടയാൻ പറ്റുന്നത്? ഈ എച്ചൻ്റെ അഗ്രി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ഇലകളിൽ നീരൂറ്റി കുടിക്കുന്ന വർഗത്തിൽപ്പെട്ട പ്രാണികൾ, മുഞ്ഞ മുതൽ അഫിഡ്സ്, അതുപോലെ മറ്റ് വെള്ളപ്പൂപ്പലുകൾ, ഇതൊക്കെ മുരടിപ്പുണ്ടാക്കാൻ പോകുന്നവയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഹൈബ്രിഡ് ഇനത്തിൽ ഈ ജനറ്റിക് ചേഞ്ചസ് വന്നിട്ടും സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉണ്ടാകാം. ഈ കൊമ്പ് അടഞ്ഞു പോകുന്ന ആ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, അതിനും ഇത് വളരെ ഫലപ്രദമാണ്. അതുപോലെ നമ്മൾ ഇലച്ചെടികളിലാണെങ്കിലും വാഴ, അതുപോലെ തെങ്ങ്, കവുങ്ങ്, ഇങ്ങനെയുള്ളതിൽ കൂമ്പ് കുറുകിപ്പോകുന്ന ആ ഒരു പ്രക്രിയ ഇതിന് ഏറ്റവും ഫലപ്രദമായി അടുത്ത കൂമ്പ് വരുന്നതോടുകൂടി അത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായി കാണാവുന്നതാണ്. ചെറിയ പച്ചക്കറി ഐറ്റത്തിലാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ആ വ്യത്യാസം പല രീതിയിലും നമുക്ക് കാണാം. ഇപ്പൊ പച്ചക്കറികളില്, അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഇലച്ചെടികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ്, അപ്പൊ ഇതിലൊക്കെ കാണുന്ന രോഗങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു മരുന്നിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഏതൊക്കെ രീതികളിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് ഈ മരുന്ന് നമ്മൾ പച്ചക്കറികളിലും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ്, വിവിധ കളറുകളുള്ള പൂച്ചെടികളിൽ, ഇവയൊക്കെ നമ്മൾക്ക് ഈ മരുന്നടിച്ച് വിത്തിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ആ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിൽ പച്ചക്കറികളിൽ ഒരു പ്രധാനമായ കീടമാണ് നീരൂറ്റി കുടിക്കുന്ന ജീവികൾ. ഈ നീരൂറ്റി കുടിക്കുന്ന ജീവികളിൽ നമ്മളെ മെഡിസിൻ അടിച്ചു കഴിയുമ്പോൾ ഒരു ആൻറ്റി മൈക്രോബിയൽ കോമ്പൗണ്ട്, അതായത് ഫൈറ്റോലക്സിൻ എന്ന് പറയും അതിൻ്റെ വാക്ക്, ആ ആൻറ്റി മൈക്രോബിയൽ കോമ്പൗണ്ട് രോഗപ്രതിരോധ ശേഷി ചെടികൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ ആൽക്കലോയിഡുകൾ, അതിൻ്റെ കെമിക്കലുകൾ പെട്ടെന്ന് ചെടികൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും ഈ നീരൂറ്റി കുടിക്കുമ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിൻ്റെ ദഹന പ്രക്രിയ സംവിധാനത്തെ തകർക്കുകയും ഇത് ചത്തുപോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് കണ്ടുവരുന്നത്. അതോടൊപ്പം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആന്തോസൈനിൻ പോലെയുള്ള രാസഘടകങ്ങൾ നമ്മളെ പൂച്ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണീയത കൊടുക്കുകയാണ്. കളറ് ഒരു അട്രാക്റ്റീവ് ഫോമിലേക്ക് ആകർഷണീയത കൊടുത്തു വരുന്നത്. അത് ആകർഷണീയത കൊടുക്കുന്നത് കൊണ്ട് രണ്ട് സംഗതികളുണ്ട്. നമുക്ക് പോളിനേഷൻ കൂടുന്നത് കൊണ്ട് നമ്മളെ പരാഗണ ജീവികളെ അട്രാക്റ്റ് ചെയ്യുക. ഈ പരാഗണ ജീവികളെ അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിളവ് ഏറ്റവും കൂടുന്ന ഒരു കാര്യം അവിടെ നമുക്ക് സംഭവിക്കാം. അതോടൊപ്പം എന്ന് വെച്ചാൽ ആന്തോസൈനിൻ പോലെയുള്ള
ഇതിനെ നമ്മൾ ഈ മെഡിസിൻ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ട് UV റേഡിയേഷൻ, അതായത് അമിതമായ ചൂടിൽ മൂലമുണ്ടാകുന്ന ചെടികൾക്കുള്ള തകരാറുകൾ, അതിനെ ഈ UV റേഡിയേഷൻ ഫിൽട്ടർ ചെയ്ത് ആ ആഘാതത്തെ കുറയ്ക്കാൻ നമ്മൾ ഈ മെഡിസിന് ഇതിലുള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒത്തിരി പുറമേയുള്ള ചെടികളിലൊക്കെ അതുപോലെ ഇൻഡോറിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മനുഷ്യന് ഉപയോഗിക്കുന്ന ഒരു മെഡിസിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് തന്നെ എടുക്കുന്നതിനെ കൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റുകൾ ഈ കുട്ടികൾക്ക് നമ്മൾ ഈ വീടുകളിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളുടെ ഉള്ളിലോ ഉപയോഗിക്കുന്നതിന് ധൈര്യമായി നമുക്ക് ഇത് സ്പ്രേ ചെയ്യാം. കുട്ടികൾക്കോ അല്ലെങ്കിൽ യാതൊരുവിധ മനുഷ്യർക്കോ അല്ലെങ്കിൽ അതിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കോ യാതൊരുവിധ അലർജിയോ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഇതിന് ധൈര്യപൂർവ്വം ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്ക് പോലും കൈകാര്യം ചെയ്യാവുന്ന ഒരു മെഡിസിനാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ ചുമ്മാ നമുക്ക് തോന്നുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഗവൺമെന്റ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ പുതിയ റൂൾ അനുസരിച്ച് ബയോ സ്റ്റിമുലന്റ് അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഈൽഡ് ഇൻഡ്യൂസർ ഇതിനൊക്കെ ലൈസൻസോടുകൂടി മാത്രമേ ഇറക്കാവൂ എന്നുള്ള പുതിയ റൂള് വന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമുക്ക് ഈ ബയോ സ്റ്റിമുലന്റ് ഈൽഡിംഗ് ബൂസ്റ്റർ എന്നുള്ള കാറ്റഗറിയിൽപ്പെടുത്തി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ എല്ലാവിധ ലൈസൻസുകളും നമുക്ക് ഉള്ള പ്രൊഡക്റ്റാണ്. അത് കേരളത്തിലാകെ 2 കമ്പനികൾക്ക് മാത്രമേ ബയോ സ്റ്റിമുലന്റും ബയോ ഈൽഡിംഗ് ബൂസ്റ്റർ എന്നുള്ള ഗണത്തിൽപ്പെടുത്തി ലൈസൻസ് അനുവദനീയമായിട്ടുണ്ട്. അതിലൊരു കമ്പനിയാണ് നമ്മളുടേത്, H&O Agritech. H&O Agri പ്രൊഡക്റ്റ് പുറത്തിറക്കാനുള്ള മിനിസ്ട്രിയുടെ എല്ലാ അംഗീകാരവും നേടിയിട്ടുള്ളതാണ്.